ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിത് ഒരു ചെറിയൊരു വ്ളോഗ് പോലെ എടുത്ത് ഇതിൻ്റെ ആദ്യത്തെ ഭാഗം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായി. അത് പണിയെടുക്കുന്ന സമയത്ത് ആദ്യത്തെ ആ ഒരു കാഴ്ചയും വീടിൻ്റെ അവസ്ഥയെല്ലാം ഒന്ന് കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഇത് പണിയെല്ലാം ഫുള്ള് പൂർത്തിയായി, കല്യാണമെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ പുറത്തുനിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഇങ്ങനെയെല്ലാം കാണിച്ചിട്ട് ഉള്ളിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. ഇത് എൻ്റെ ഇപ്പം ചെടിയൊന്നും നോക്കാത്തതുകൊണ്ടെല്ലാം പോയി. പിന്നെ അന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മളെ ഇപ്പുറത്തെ സൈഡിലെല്ലാം ഭയങ്കര കാടുണ്ടെന്ന്. അതെല്ലാം ഇപ്പം കുറേയെല്ലാം പോയി. അവർ വീട്ടിൻ്റെ പണിയെല്ലാം പൂർത്തിയാക്കിയപ്പോൾ ഒന്ന് കാടെല്ലാം പോക്കീന്. ഞാനിത് എൻ്റെ കുഞ്ഞു മോളില്ലേ നൈറ, ഓൾ താഴത്തുനിന്ന് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ടായി. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇപ്പം വീട്ടിൻ്റെ ഇങ്ങേ ഭാഗത്ത് ഇതന്ന് കാണിച്ചിട്ടില്ല. ഈ ഭാഗം കിണറിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഈ കയറുന്ന ഭാഗത്ത് തന്നെയാണ് വലതുവശം കിണർ. അപ്പം അന്ന് എടുക്കുന്ന നേരം വീഡിയോയിൽ എന്നോട് വിട്ടുപോയി ഈ ഭാഗം കാണിച്ചു തരാൻ. എന്നാൽ പിന്നെ നമുക്ക് ഉള്ളിലേക്ക് പോകാം കേട്ടോ. അപ്പുറത്തെ വരെ കാടെല്ലാം കൊത്തിയേക്കാം. നമുക്ക് നല്ല വീഴ്ചയുണ്ട്. ഇപ്പം നല്ല നീറ്റായി കാണുന്നുണ്ട് ഞങ്ങൾ. പിന്നെ ഇത് ലിവിങ് റൂമാണ്. സെറ്റിങ്സ് എല്ലാം ഒന്ന് മാറ്റിയിട്ട് ഇനി നമുക്ക് നേരെ മേലേക്ക് പോവാം. എന്നിട്ട് താഴത്തെ ബാക്കി എന്നിട്ട് കാണിച്ചു തരാം. ഈ നേരെ കാണുന്ന ഡോറ് ചെറിയൊരു ബാൽക്കണിയാണ് പുറത്തേക്കുള്ളത്. അതങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് വെക്കലില്ല, മക്കളെല്ലാം ഉള്ളത് കൊണ്ട് എപ്പോഴും അടച്ചിടൽ തന്നെയാണ്. ഇതാണ് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ മോൻ്റെ റൂം. ഇതിൻ്റെ എല്ലാം ഉള്ളിലെല്ലാം കാണിച്ചു തരാം കേട്ടോ. ഈ റൂം പിന്നെ റൗണ്ട് ഷേപ്പായിട്ടാണ് ഉള്ളത്.
ഇനി ഇവിടുന്ന് ഒരു 5-6 സ്റ്റെപ്പ് കയറിയിട്ട് ഹാളും 2 ബെഡ്റൂമാണുള്ളത്. ഹാളിൽ പിന്നെ എൻ്റെ പഴയൊരു തുന്നുന്ന മെഷീനുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ്. അത്യാവശ്യം കീറിയ ഡ്രസ്സെല്ലാം സ്റ്റിച്ച് ചെയ്ത് ബുക്സ് എല്ലാം വെക്കുന്ന, ഡിക്ഷണറിയും കാര്യങ്ങളെല്ലാം വെക്കുന്ന ഒരു ചെറിയൊരു ഷെൽഫാണ്. മേലേന്ന് താഴത്തേക്ക് നോക്കുമ്പോഴുള്ള ആ വ്യൂ ആണിത്, ഹാളിലേക്ക്. ഈ ഡോറ് കാണുന്ന സ്ഥലത്ത് പുറത്തേക്ക് ഒരു ബാൽക്കണി ഉണ്ട്. അതും എപ്പോഴും അടിച്ചിട്ട് അത്യാവശ്യം വേണമെങ്കിൽ മാത്രം ഓപ്പൺ ആക്കുള്ളൂ. ഇങ്ങനത്തെ ദിവാങ്ക് വെച്ച് എല്ലാ വീട്ടിലും, അധിക വീട്ടിലും ഉണ്ടാവും. പിന്നെ എത്രയോ വർഷം പഴക്കമുള്ള സാധനമാണ്. ഇതാണ് ഇളയ മോൻ്റെ റൂം. ഇനി അടുത്തത് മോളെ റൂമിലേക്ക് പോകാം. പിന്നെ കർട്ടൻ സെറ്റെല്ലാം നമ്മൾ ആദ്യത്തെ തുണീൻ്റെ ആയിരുന്നു. അതെല്ലാം മാറ്റിയിട്ട് ഇപ്പോഴത്തെ ഈ ഒരു മോഡലാക്കിയിട്ട് മാറ്റി എല്ലാ കർട്ടനും. മക്കളുള്ള വീടെല്ലാം പിന്നെ ഒരുക്കിയതൊന്നും അത്ര അങ്ങനെ നീറ്റായിട്ട് നിൽക്കില്ല. അവർ കളിച്ചിട്ട് വൃത്തികേടാവുമല്ലോ. ഇനി നിങ്ങൾ ലൈക്ക് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിപ്പോൾ താഴത്തെ ഡൈനിങ് ഹാളാണ്. ഇനി ഇവിടുന്ന് നമുക്ക് 2 റൂമും കൂടെ കാണാനുണ്ട്. ഇത് താഴെയുള്ള മാസ്റ്റർ ബെഡ്റൂം. ഈ റൂം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന റൂമാണ്. കുറച്ച് ചെറിയ റൂമാണ്. വീട്ടിൻ്റെ പണിയെല്ലാം എടുക്കുന്ന സമയത്ത് മക്കളെന്നോട് പറയും, അമ്മ ഒരു പോണ്ട് വാങ്ങിച്ചാൽ നമുക്ക് ഇഷ്ടം അതെന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇടങ്ങാറാക്കാം. അങ്ങനെ ഇതാ ഓറന്നെ മെനക്കേട്ടെല്ലാം ഇതാക്കി വാങ്ങിച്ചു കൊണ്ട് കൊടുത്ത് ഞാൻ. അപ്പം കഴുകി വൃത്തിയാക്കി അതിലേക്ക് മീനെല്ലാം ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ നേരെ മുന്നിലുള്ള വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന്
ഓറും ഇതേപോലെ ഒരു പോണ്ടുണ്ട്, അവർക്ക് അതിൽ ഗപ്പി ഉണ്ടെന്നറിയാം. അവിടെ പോയിട്ട് അടുത്ത നമ്മളപ്പൂ ഇത് അപ്പൂൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടെല്ലാം ഇട്ട്. അപ്പോൾ പിള്ളേർ ആഗ്രഹമെല്ലാം ഇങ്ങനത്തെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളെല്ലാം രസമല്ലേ. പിന്നെന്താ വേറെ വിശേഷം? അപ്പോൾ ഇതാ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. എന്തായാലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ ടാറ്റ, സീ യു.